ഒരു ലോക മഹായുദ്ധത്തിന് തന്നെ വഴിതെളിച്ചേക്കാവുന്ന സംഘർഷമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇസ്രായേലിനെതിരെ ഇറാൻ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നടത്തിവരുന്ന ആ സംഘർഷത്തിന് ഒരു പരിസമാപ്തി എന്ന രീതിയിലാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകൽച്ച രൂപപ്പെട്ടിട്ടുള്ളത്. മര്യാദകളുടെ എല്ലാ സീമകളും ലംഘിച്ച ഒരു യുദ്ധരംഗത്ത് പാലിക്കേണ്ട എല്ലാം തന്നെ മറന്നുകൊണ്ടുള്ള ഒരു സമീപനവും പ്രവൃത്തിയുമാണ് ഇപ്പോൾ പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇതിലൂടെ നിരപരാധികളായിട്ടുള്ള ജനങ്ങളാണ്, അത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ യുവാക്കളെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിൽ ഇപ്പോൾ ആരംഭിച്ച യുദ്ധം ലോകരാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ രണ്ട് രാജ്യങ്ങളോടും സംയമനം പാലിക്കുവാനും പ്രശ്നപരിഹാരത്തിനായി ചർച്ചകൾ നടത്തുവാനും നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാലത്ത് എല്ലാ തരത്തിലും തകർന്നുപോയ ഒരു രാജ്യമെന്നുള്ള നിലയിൽ അവിടെ നിന്നും വീണ്ടും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന ഇസ്രായേൽ എന്ന രാജ്യവും അവിടുത്തെ ജനങ്ങളും ഇനിയും അവരുടെ രാജ്യം വിട്ട് ലോകത്താകമാനം പലായനം ചെയ്തുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ശത്രുവിനെ ശത്രുവായി തന്നെ കണ്ട് അവരെ പ്രതിരോധിച്ച് തന്നെ നിലനിൽക്കുന്നത്. അവർക്കറിയാം അവരുടെ എക്കാലത്തെയും ശത്രു ഇറാൻ തന്നെയാണെന്ന്. ഇറാൻ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന ആണവശേഷി അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ആദ്യം പ്രയോഗിക്കാൻ പോകുന്നതും ഇസ്രായേൽ എന്ന രാജ്യത്തിനോട് തന്നെ ആയിരിക്കുമെന്നുള്ള ആ തിരിച്ചറിവിൽ തന്നെയാണ് ഇറാന്റെ ഈ പ്രവർത്തികളെ നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇസ്രായേലിനാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ നാളെ അത് അമേരിക്കയോട് പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഇറാൻ മാറ്റപ്പെടുമെന്നുള്ള ആ ഒരു പരിപൂർണ ബോധ്യത്തിൽ അമേരിക്കയും ഈ കാര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസത്തിലധികമായി തുടർച്ചയായി ഇറാനിൽ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ, ആ സൈന്യത്തിനും ഇസ്രായേൽ എന്ന രാജ്യത്തിനും സർവ്വ പിന്തുണയും കൊടുക്കുന്നത് അമേരിക്ക തന്നെയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു സന്ദേശം ലോകരാഷ്ട്രങ്ങൾക്ക് പോലും നൽകി കഴിഞ്ഞു. G7 ഉച്ചകോടിയിൽ പോലും ഇസ്രയേലിനെതിരെയുള്ള പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു നീക്കങ്ങൾക്കൊന്നും നിൽക്കാതെ ട്രംപ് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ ഒരു ഉപാധിയുമില്ലാതെ അടിയറവ് പറയണമെന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. ഇറാനിനെതിരായി ഇസ്രായേൽ സേനയാണ് അവിടെ ഇപ്പോൾ മിസൈൽ ആക്രമണവും മറ്റുമൊക്കെ നടത്തുന്നതെങ്കിൽ പോലും അമേരിക്കയുടെ മുന്നിൽ ഇറാൻ അവർ കീഴടങ്ങണമെന്ന നിർബന്ധ ബുദ്ധിയാണ് ഇപ്പോൾ അമേരിക്ക പ്രയോഗിക്കുന്നത്. 4 ദിവസമായി ഇസ്രായേൽ കനത്ത പ്രഹരം ഇറാനുമേൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തന്നെയാണ് ബോംബ് സ്ഫോടനം നടത്തുന്നത്. തുടർച്ചയായ ആക്രമണത്തിലൂടെ ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേൽ സേന വകവരുത്തിയിരിക്കുന്നു. ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ രാജ്യത്തിന്റെ തന്നെ പ്രധാന ചാനലായ IRIB എന്ന ടെലിവിഷൻ ചാനലിന് നേരെയും വലിയ ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത്. നിരവധി മാധ്യമ പ്രവർത്തകർ മരണപ്പെടുകയും ചെയ്തു. IRIB എന്ന ടെലിവിഷൻ ചാനലിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന അവതാരകയായ സഹറിമാമി എന്ന ആ യുവതി ബോംബ് സ്ഫോടന സമയത്ത് പേടിച്ച് വിറച്ച് അങ്ങനെ നെട്ടോട്ടമോടുന്ന ആ കാഴ്ച ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ യുദ്ധനീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ഈ ആക്രമണമെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കുവാൻ ഇസ്രായേലിന് സാധിക്കുകയാണ്. ഇറാൻ സൈന്യത്തെ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ചാനലായി അല്ലെങ്കിൽ ഒരു കേന്ദ്രമായി IRIB എന്ന ഈ ടെലിവിഷൻ ചാനൽ മാറിയത് കൊണ്ടാണ് അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ന്യായീകരിക്കുന്നത്. ഏതായാലും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ മറ്റൊരു ചർച്ചയ്ക്കും പ്രസക്തിയേ ഇല്ല എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഇസ്രായേലിനെ നിരന്തരം ഇങ്ങനെ വിമർശിക്കുകയും ഇസ്രായേൽ എന്ന ഈ രാജ്യത്തിനെതിരെ ജനങ്ങളോട് സംഘടിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി, ആ 86 വയസ്സുള്ള നേതാവിനെ വകവരുത്തിയാൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങൾ തന്നെ ഇല്ലാതാകുമെന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹു പറയുന്നത്.
ഈ 4 ദിവസമായി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഇറാനെതിരെയുള്ള ആക്രമണത്തിനിടയിൽ ആയത്തുള്ള ഖമേനിയെ വധിക്കുവാൻ പോലും ഇസ്രായേൽ തയ്യാറായതാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആ ശക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ആ ഉദ്യമത്തിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറിയത് എന്ന വാർത്തകളും പുറത്തു വന്നു. ഏതായാലും ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തിൽ ഇറാനിലെ പ്രധാനപ്പെട്ട ടെഹ്റാനിലെ സൈനിക കേന്ദ്രത്തിൽ വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചത്. 50ഓളം ആളുകൾ മരണപ്പെടുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് താൽക്കാലികമായെങ്കിലും പ്രതിരോധിക്കുവാൻ ഇറാൻ സേന തിരിച്ചടിച്ചുവെങ്കിലും ഇറാന്റെ മിസൈലുകളെല്ലാം ഇങ്ങനെ പ്രതിരോധിച്ച് നിർത്തുവാൻ ഇസ്രായേൽ സേനയ്ക്ക് സാധിച്ചുവെന്നും ഇറാന്റെ ആ ആകാശപാത മുഴുവൻ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണെന്നും ഇറാന്റെ കൈവശമുള്ള ആയുധ സംഭരണത്തിന്റെ 1/3 ഭാഗം തന്നെ തങ്ങൾ ഇല്ലാതെയാക്കിയെന്നാണ് ഇസ്രായേലിന്റെ സേന അവകാശപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തെ ഭയന്ന ബങ്കറിലേക്ക് മാറിയ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനിയെ ആ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി പകരം മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി താൽക്കാലിക ഒരു ശമനം ഈ സംഘർഷ കാര്യങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇല്ലായെങ്കിൽ ലോകരാഷ്ട്രങ്ങളിലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ചേരികളിൽ നിന്ന് സംഘർഷത്തിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യത്തിലേക്കാവും ലോകം എത്തിച്ചേരുക. അതിലൂടെ മാനവരാശിയെ ഏത് തലത്തിൽ ബാധിക്കുമെന്നും അത് ഏത് തരത്തിലേക്കാവും ഈ സംഘർഷം നീളുക എന്നത് അത് പ്രവചനാതീതമാവുകയും ചെയ്യും.